56 വർഷത്തിന് ശേഷം മഞ്ഞുമലയിൽ നിന്ന് കണ്ടെത്തിയ മലയാളി സൈനികന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും എന്നതിൽ ഇന്ന് അന്തിമ അറിയിപ്പ് ലഭിക്കും. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി ഓടാലിൽ തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 1968 ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ ഉണ്ടായ വിമാനാപകടത്തിൽ തോമസ് ചെറിയാൻ ഉൾപ്പെടെ 3 സൈനികരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും തോമസ് ചെറിയാന്റെ കുടുംബം നന്ദി അറിയിച്ചിട്ടുണ്ട്. തോമസ് ചെറിയാന്റെ ബന്ധുവായ മറ്റൊരു സൈനികൻ കൂടി വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. നമുക്ക് ഉമേഷ് ചേരുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതലായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? മൃതദേഹം എപ്പോൾ കൊണ്ടുവരാൻ കഴിയും എന്നതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾക്ക് എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഫെബ്രുവരി 7-ാം തീയതി പുള്ളിയുടെ ഇത് പോയത്. അന്ന് ടെലഗ്രാം വന്ന് ഇങ്ങനെ കാണാനില്ലെന്ന് പറഞ്ഞു. അന്നോട്ട് ഞങ്ങൾ പ്രത്യാശയോടെ ഇരുന്നു. അപ്പനും അമ്മയും വരും കാണാമെന്നുള്ള. അവരിപ്പോൾ മരിച്ചുപോയി കഴിഞ്ഞു. പിന്നെ ഈ 2-3 വർഷം മുമ്പ് നമുക്ക് ഒരു ടെലഗ്രാം ഇത് വന്നു, ഇങ്ങനെ ബോഡി പ്ലെയിനിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് പിന്നെ അത് കഴിഞ്ഞ് 2 ശവശരീരവും കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോൾ ഇനി കിട്ടുമോ, എവിടെ കിട്ടാനാ എന്നുള്ള ചിന്ത വന്നു. ഇന്നലെ ഇതറിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷവുമുണ്ട്, ദുഃഖവുമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഒരു സന്തോഷമെന്ന് പറയുന്നത് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ ആ കല്ലറെ തന്നെ കൊണ്ടുവന്ന് അടക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു ഭയങ്കര അനുഭവമാണ്. ഇതൊരു ഭയങ്കര അതിശയമാണ്. ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. എൻ്റെ മാതാപിതാക്കളുടെയൊക്കെ കണ്ണുനീരും വേദനയും കണ്ട ദൈവം ഇത് കാണാൻ സഹായിച്ചത്. ജ്യേഷ്ഠ സഹോദരനും മിലിറ്ററിയിലായിരുന്നു. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ജ്യേഷ്ഠ സഹോദരൻ ഇങ്ങനെ നാട്ടിൽ പോന്നു. അമ്മയുടെ ആ ദുഃഖം കണ്ട് ഇങ്ങ് പോന്നു. അങ്ങനെ പിന്നെ മിലിറ്ററിയിൽ നിന്ന് പോന്നായിരുന്നു. ഉമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, ഏറ്റവും ഒടുവിൽ എപ്പോഴേക്ക് മൃതദേഹം കൊണ്ടുവരാനാകും എന്ന വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്? ഏതായാലും സിനിമാ കഥകളിൽ മാത്രം കണ്ടുപരിചിതമായ സംഭവവികാസങ്ങൾക്കാണ് ഇപ്പോൾ ഇലന്തൂർ ദേശം സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ 56 വർഷമായി അവർ കാത്തിരിക്കുകയായിരുന്നു. എല്ലാ 4 വർഷം കൂടുമ്പോഴും കുടുംബത്തിന് ലഭിക്കാറുണ്ടായിരുന്നു. ആ കത്ത് മാത്രമായിരുന്നു സഹോദരനെ പറ്റിയുള്ള കുടുംബത്തിന്റെ ഏക ഓർമ്മ. ഒരു ചിത്രം പോലും തങ്ങളുടെ കൈവശമില്ല എന്നതായിരുന്നു. എന്നാൽ അവരുടെ എല്ലാം പ്രതീക്ഷ അത് ശരിവെച്ചുകൊണ്ട് അല്പസമയം മുമ്പ് ഏതാണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സൈന്യത്തിൽ നിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായത്. തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്, ഭൗതിക ശരീരം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ചണ്ഡീഗഡിലേക്ക് കൊണ്ടുവരും. ഇവരുടെ തന്നെ ബന്ധുവായ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ട് സൈന്യത്തിലെന്നാണ് ഇവർ പറയുന്നത്. അദ്ദേഹം ഇവരെ അറിയിച്ചതനുസരിച്ച് മൃതശരീരം ചണ്ഡീഗഡിലേക്ക് കൊണ്ടുവരും. അവിടെ സൈന്യത്തിന്റെ ചില ഔദ്യോഗിക നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം മാത്രമേ ഈ വീട്ടിലേക്ക് എത്തിക്കുള്ളൂ. എന്തായാലും ഒരാഴ്ച എന്നാണ് പരമാവധി സമയം പറഞ്ഞിരിക്കുന്നത്. 5 ദിവസത്തിനകം വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ കൂടി സൈന്യം കൈമാറുന്നുണ്ട്. എന്തായാലും സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ കുടുംബം നന്ദി പറയുകയാണ്. കാരണം ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എല്ലാ 4 വർഷം കൂടുമ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട് എന്ന കത്ത് വരുമ്പോൾ അത് നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണ് എന്നാണ് കുടുംബം കരുതിയിരുന്നത്. ഇത്രത്തോളം പ്രാധാന്യം സൈന്യവും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് എന്നതിൽ കുടുംബം നന്ദി പറയുന്നുണ്ട്. എന്നാൽ ചിത്രം പോലും ഞങ്ങളുടെ കൈവശമില്ല ഒരു വിഷമം കൂടി കുടുംബം എന്തായാലും പങ്കുവെക്കുന്നുണ്ട്. റോത്തങ് പാസിൽ വിമാനത്തിനായി തിരച്ചിൽ തുടരുമെന്ന്. കാരണം ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥിതിക്ക് ആ ഭാഗത്ത് തന്നെ വിമാനം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഒക്ടോബർ 10 വരെ തിരച്ചിൽ നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്കും പോകേണ്ടി വരും. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ മൃതദേഹം കൂടാതെ മറ്റൊരു ബന്ധു കൂടി ഇതേ വിമാനത്തിൽ അപകടത്തിലുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഇനി ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഉറപ്പ് സൈന്യവും നൽകുന്നില്ല. കാരണം 56 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ്. വലിയ രീതിയിലുള്ള പ്രാദേശിക മാറ്റം, കാലാവസ്ഥാ വ്യതിയാനമൊക്കെ അവിടെ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഇനി ഏതു രീതിയിലാണ് ഇതൊക്കെ നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൗതം, ഈ തോമസ് ചെറിയാന്റെ മൃതദേഹം ലഭിച്ച സാഹചര്യത്തിൽ വിമാനം തകർന്ന അവശിഷ്ടങ്ങൾ മറ്റും ആ ഭാഗത്ത് തന്നെ ഉണ്ടാകാം. ഒക്കെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഒക്കെയാണോ? എത്ര പേരെയാണ് അങ്ങനെ ഈ അപകടത്തിലന്ന് കാണാതായത്? എത്ര പേരുടെ മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്? എന്തൊക്കെ വിവരങ്ങൾ ഇതിനകത്ത് നമുക്ക് കൂടുതലായി ചേർത്ത് വയ്ക്കാനുണ്ട് ഗൗതം?
വീണ, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തിരച്ചിലാണ്. ഇതൊരു ചരിത്ര സംഭവമായി തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം നേരത്തെ ഇരുവരും ചൂണ്ടിക്കാണിച്ചതുപോലെ 1968 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 6 പതിറ്റാണ്ടിന് മുൻപ് 56 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. ആ കാലഘട്ടം നമുക്കറിയാം, തുടർച്ചയായി അതിർത്തിയിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമായിരുന്നു. പ്രത്യേകിച്ച് 1962 ഇന്ത്യ ചൈന യുദ്ധം നമുക്കറിയാവുന്നതാണ് അതിൻ്റെ ചരിത്രം. ആ യുദ്ധത്തിന് ശേഷവും പിന്നീട് ലഡാക്ക് ഉൾപ്പെടുന്ന ചൈനയോട് ചേർന്ന് കിടക്കുന്ന ഭാരതത്തിൻ്റെ ഭൂപ്രദേശങ്ങളിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിന്നിരുന്നു. അങ്ങനെ ആ യുദ്ധ മേഖലയിലേക്ക് അല്ലെങ്കിൽ സംഘർഷഭരിതമായ അതിർത്തി മേഖലയിലേക്ക് സൈനികരുമായി 1968 ചണ്ഡീഗഡിൽ നിന്നും പറന്നുയർന്ന വിമാനം പക്ഷേ ലഡാക്കിൽ എത്തിയില്ല. അതൊരു റഷ്യൻ നിർമ്മിതമായിട്ടുള്ള AN വിമാനമായിരുന്നു. AN യുദ്ധവിമാനമല്ല, മറിച്ച് യാത്രക്കാരെ കൊണ്ടുപോകുന്ന, അതല്ലെങ്കിൽ ഈ യുദ്ധ ആവശ്യങ്ങൾക്കായി സൈനികരെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന AN വിമാനമാണെന്ന് ചണ്ഡീഗഡിൽ നിന്നും ലഡാക്ക് ലക്ഷ്യമാക്കി പറന്നുയർന്നത്. പക്ഷേ ഈ കുളു ജില്ലയിലെ റോത്തൻ പാസിൽ എത്തുന്ന ഘട്ടത്തിൽ ഈ വിമാനത്തിൻ്റെ കൃത്യമായ വിവരം പിന്നീട് സൈന്യത്തിന് നഷ്ടമാവുകയും ഇതൊരു അപകടത്തിൽ പെട്ടു എന്നത് സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഈ വിമാനത്തിന് വേണ്ടിയും ഒപ്പം ഇതിൽ ഉൾപ്പെട്ടിരുന്ന സൈനികർക്ക് വേണ്ടിയുമുള്ള തിരച്ചിൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായി. ഡോഗ്ര സ്കൗട്ട്സിന്റെയും അതോടൊപ്പം തന്നെ തിരങ്ക മൗണ്ടൻ റെസ്ക്യൂ ടീം എന്നീ 2 സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് വർഷങ്ങളായി അവിടെ പരിശോധന നടന്നത്. ഏതായാലും 2003 അടൽ ബിഹാരി വാജ്പേയി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇതിന്റെ തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുന്നത്. ഇതിനായി ഒരു പ്രത്യേക ടീമിനെയൊക്കെ നിയോഗിക്കുകയും ഏത് വിധേനയും ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ കൂടുതൽ സുശക്തമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം അന്നത്തെ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി AB വാജ്പേയിയും ഒക്കെ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഘട്ടത്തിൽ കൂടുതൽ തിരച്ചിൽ ഊർജിതമാവുകയും 2003 ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള ആദ്യ വിവരം ലഭിക്കുകയാണ്. അങ്ങനെ 2003 ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമാന അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഈ ഡോഗ്ര സ്കൗട്ട്സിനും അതോടൊപ്പം തന്നെ തിരങ്ക മൗണ്ടൻ റെസ്ക്യൂ ടീം തുടങ്ങിയ ഈ തിരച്ചിൽ നടത്തുന്ന ടീമിന് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 2005 2006 2013 ഒക്കെ ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചു. 2019 ഇതിൽ വലിയൊരു സംഭവം നടക്കുന്നത്. 2019 5 പേരുടെ മൃതദേഹം ലഭിക്കുകയാണ്. അതായത് 1968 നടന്ന വിമാന അപകടത്തിൽ പിന്നീട് ഇത്രയും നാളും തിരച്ചിൽ നടന്നിട്ട് പോലും മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നില്ല. 2003 2005 2006 ഘട്ടങ്ങളിലേക്ക് ഈ വിമാനത്തിൻ്റെയും മറ്റും അവശിഷ്ടങ്ങളാണ് സൈന്യത്തിന് ലഭിച്ചത്. എന്നിട്ടും സൈന്യം അത് അവിടെ നിർത്തിയില്ല. അവർ വീണ്ടും അവിടെ തിരച്ചിലും മറ്റ് പ്രവർത്തനങ്ങളും നടത്തി. അതിൻ്റെ ഭാഗമായി 2019 അതായത് ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപ് 5 സൈനികരുടെ മൃതദേഹം ലഭിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇന്നലെ വീണ്ടും ഈ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ അടക്കം മറ്റ് 3 സൈനികരുടെ മൃതദേഹം കൂടി ലഭ്യമായത്. ഇന്നിപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത് ഈ മാസം 10-ാം തീയതി വരെ ഈ പ്രദേശത്ത് കൂടുതൽ തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ്. വീണ, എന്തുകൊണ്ടാണ് ഗൗതം ഈ ഒക്ടോബർ 10-ാം തീയതി വരെ ഈ തിരച്ചിൽ, ഈ മാസം 10-ാം തീയതി വരെ തിരച്ചിൽ നടത്താം എന്ന് തീരുമാനിക്കുന്നത്? അതിനുശേഷം തിരച്ചിൽ തുടരുന്നതിനുള്ള സാങ്കേതികമായിട്ടുള്ള പ്രശ്നം എന്താണ്? കൂടുതൽ വിവരങ്ങൾ എന്താണ് വിഷയത്തിൽ? വീണ, തുടർച്ചയായ തിരച്ചിലല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത്. കാരണം ഇതിൻ്റെ കാലതാമസവും അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന വർഷവും നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതാണ്ട് 6 പതിറ്റാണ്ട് മുമ്പ് നടന്നൊരു സംഭവമാണ്. അതിനാൽ ഈ അപകടം നടന്ന മേഖലയിൽ കുളു ജില്ലയിലെ, ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ റോത്തൻ പാസിലാണ് ഈ അപകടം നടന്നത് എന്നത് സംബന്ധിച്ചുള്ള നിഗമനം നേരത്തെ തന്നെ സൈന്യത്തിന് ലഭിച്ചിരുന്നു. അതിനാൽ എല്ലായ്പ്പോഴും തുടർച്ചയായ ഒരു നിരീക്ഷണമോ തിരച്ചിലോ ഇത്രയും വർഷം മുമ്പ് നടന്ന സംഭവം ആയതിനാൽ സൈന്യം നടത്താറില്ല. അതിനാൽ 4 മാസം കൂടുമ്പോഴും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഇടവേളയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ തിരച്ചിൽ നടത്തി വന്നിരുന്നത്. ഏതായാലും ഇന്നലെ ഈ 3 സൈനികരുടെ, തോമസ് ചെറിയാൻ ഉൾപ്പെടെ 3 സൈനികരുടെ ഭൗതികദേഹം ലഭിച്ച പശ്ചാത്തലത്തിൽ 10 ദിവസത്തേക്ക് കൂടി തിരച്ചിൽ നടത്തും എന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ 10 ദിവസം കൊണ്ട് ഈ തിരച്ചിൽ അവസാനിപ്പിക്കും എന്നല്ല, കൂടുതൽ ദിവസത്തേക്ക് തുടർച്ചയായുള്ള തിരച്ചിൽ നടക്കും. ഒരുപക്ഷെ അതിൽ കാര്യമായ വിവരം ലഭിച്ചാലും ഇല്ലെങ്കിലും ഇതുമായി
ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിലേറ്റവും ശ്രദ്ധേയം എന്നത് 102 യാത്രക്കാരുമായിട്ടാണ് 968 ഈ വിമാനം ചണ്ഡീഗഡിൽ നിന്നും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ചൈന അതിർത്തി ആയിട്ടുള്ള ലഡാക്കിലേക്ക് പറന്നത്. അതിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള മൃതദേഹം എന്നത് ഇന്നലെ ലഭിച്ച 3, ഇത് കൂടാതെ 2019 ലഭ്യമായിട്ടുള്ള 5, അങ്ങനെ 8 മൃതദേഹങ്ങൾ മാത്രമേ ഈ 102 പേർ യാത്ര ചെയ്ത വിമാന അപകടത്തിൽ ഇതുവരെ ലഭ്യമായിട്ടുള്ളൂ. അതിനാൽ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തീർച്ചയായും സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ലോക ചരിത്രത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിലേക്ക് തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും അതോടൊപ്പം തന്നെ ഏറ്റവും അഭിമാനകരമായി സൈന്യത്തിന് എല്ലാ കാലത്തും ഉയർത്തി കാണിക്കുവാനും കഴിയുന്ന ഒരു തിരച്ചിലാണ് ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സേനാ വിഭാഗങ്ങൾ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തോമസ് ചെറിയാൻ മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിരുന്ന മലയാളി. നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഏതാണ്ട് തോമസ് ചെറിയാൻ ഉൾപ്പെടെ 6 മലയാളികൾ ഈ വിമാനത്തിൽ അന്നത്തെ യാത്രയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അതിൽ നേരത്തെ സൂചിപ്പിച്ചു കേവലം 8 പേരുടെ ഭൗതികദേഹം മാത്രമേ ഇതുവരെ ലഭ്യമായിട്ടുള്ളൂ. അതിലൊരാൾ മലയാളിയായിട്ടുള്ള പത്തനംതിട്ട എലന്തൂർ സ്വദേശി തോമസ് ചെറിയാനാണ്. അദ്ദേഹത്തെ കൂടാതെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് തോമസ് ചെറിയാന്റെ ഒരു ബന്ധു കൂടി അതിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 6 മലയാളികൾ അന്നത്തെ ഈ വിമാന അപകടത്തിൽ ഉൾപ്പെട്ടിരുന്നു. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നമ്മുടെ സേനാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തുടരും. വീണ.